അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ നാലാമത്തേത് സത്റുൽ ഔറ, ഔറത്ത് മറക്കൽ എന്ന ഷർത്തിൽ പുരുഷൻ്റെ നമസ്കാരത്തിലെ നിർബന്ധമായും മറക്കേണ്ട ഔറത്തിനെ കുറിച്ചാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്, പഠിക്കുകയുണ്ടായത്. ഗ്രന്ഥകാരൻ സത്റുൽ ഔറത്തി ബിമാ ലാ യസിഫുൽ ബശറത മാ ബൈന സുറത്തി റജുലിൻ വറുക്ബതിഹി എന്ന പരാമർശമുള്ള ഭാഗമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയുണ്ടായത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് വഅമതുൻ മാ യദ്ഹറു ഗാലിബൻ. ഇവിടെ ടെക്സ്റ്റിൽ മാ യദ്ഹുറു എന്നാണ് ഉള്ളത്, പക്ഷെ ശരി വഅമതുൻ മാ യദ്ഹറു ഗാലിബൻ എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പുസ്തകത്തിൽ ഉള്ളതുപോലെയാണ് വായിച്ചത്, പക്ഷെ അത് നമ്മൾ തിരുത്തി മനസ്സിലാക്കണം. വഅമതുൻ മാ യദ്ഹറു ഗാലിബൻ. വഅമതുൻ അടിമ സ്ത്രീ, അവൾ മറക്കേണ്ടത് മാ യദ്ഹറു ഗാലിബൻ, മിക്കപ്പോഴും അവളിൽ നിന്ന് പ്രകടമാകാത്തതാണ്. ഇവിടെ മാ യദ്ഹറു എന്നുള്ളിടത്ത് മാ ലാ യദ്ഹറു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. മിക്കപ്പോഴും അവളിൽ നിന്ന് പ്രകടമാകാത്തത് എന്ന് പറഞ്ഞാൽ അവൾ ജോലിക്കാരിയായിരിക്കും, വേലക്കാരിയായിരിക്കും. അപ്പോൾ അവളുടെ നിത്യവേളകളിൽ പ്രകടമാകാത്തതാണ് അവൾ മറക്കേണ്ടത്. അതാണ് അവളുടെ ഔറത്ത്. എവിടെ? നമസ്കാരത്തിലെ ഔറത്ത്. അപ്പോൾ തല, കൈകൾ, അതേപോലെ കണങ്കാൽ ഉൾപ്പെടെയുള്ള കാൽഭാഗങ്ങൾ, ഇതൊക്കെ പ്രകടമാവുക എന്നുള്ളത്, വെളിപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമസ്കാരത്തിലൊരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങൾ പ്രകടമായാൽ അവൾക്കതാകാവുന്നതാണ്. അവളുടെ നമസ്കാരം സാധുവും സ്വീകാര്യവുമാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പുരുഷൻ്റേതുപോലെ മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം അടിമ സ്ത്രീ മറച്ചാൽ മതി എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഭാഗം മറച്ച് നമസ്കരിച്ചാൽ തന്നെ അവരുടെ നമസ്കാരം സാധുവാകും. അങ്ങനെ നമസ്കരിക്കേണ്ടത് എന്ന അർത്ഥത്തിലല്ല, പക്ഷേ അത്ര മറച്ച് നമസ്കരിച്ചാലും അവരുടെ നമസ്കാരം സ്വീകാര്യമാകും എന്നുള്ള അർത്ഥത്തിലല്ലാതെ അടിമ സ്ത്രീ അത്രയേ മറക്കാവൂ എന്ന ഒരു ഭാഷ്യം അതിലില്ല. അല്ലാമ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി അദ്ദേഹത്തിന് അൽ മുഗ്നിയിൽ പറഞ്ഞു, വസലാത്തുൽ അമതി മക്ശൂഫത്തുർ റഅസി ജായിസത്തുൻ. ഒരു അടിമ സ്ത്രീ തൻ്റെ തല വെളിപ്പെടുത്തി നമസ്കരിക്കൽ അനുവദനീയമാണ്. ഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽം. ഇതാണ് മൊത്തത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ലാ നഅലമു അഹദൻ ഖാലഫ ഫി ഹാദാ ഇല്ലൽ ഹസൻ. ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞത് നമുക്കറിയില്ല, അൽ ഹസനുൽ ബസരി അല്ലാതെ. ഫൈനഹു മിൻ ബൈനി അഹ്ലിൽ ഇൽമി ഔജബ അലൈഹൽ ഖിമാർ ഇദാ തസവ്വജത് അവ ഇത്തഖദഹ അർറജുലു ലിനഫ്സിഹി. ഒരടിമ സ്ത്രീ വിവാഹിതയായി അല്ലെങ്കിൽ ഒരു വ്യക്തി തനിക്ക് തൻ്റെ ഇണയായി ഒരു അടിമ സ്ത്രീയെ സ്വീകരിച്ചാൽ ശിരോവസ്ത്രം അവൾക്ക് നിർബന്ധമാക്കിയ പണ്ഡിതന്മാരുണ്ട്. വസ്തഹബ്ബലഹ അതാഉൻ അൻ തുഖന്നിഅ ഇദാ സല്ലത്ത് വലം യൂജിബുഹു. അതാ ഇബ്നു അബി റബാഹ് അടിമ സ്ത്രീ നമസ്കരിക്കുകയാണ് എങ്കിൽ അവർ ശിരോവസ്ത്രം ധരിക്കുന്നത് പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലം യൂജിബുഹു, അതിനെ അതാഉം നിർബന്ധമാക്കിയിട്ടില്ല എന്നാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറയുന്നത്. അടിമ സ്ത്രീ തലമുടി വെളിപ്പെടുത്തി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ നമസ്കാരം ശരിയാകുമെന്നതിന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ തെളിവ് ധരിച്ചത് ഉമർ റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ത്രീകളോട് അടിമ സ്ത്രീകൾ സദൃശ്യപ്പെടുന്നത് വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ത്രീകൾ തലമറക്കും, നിഖാബ് ചെയ്യും, മുഖം മറക്കും. അദ്ദേഹം അടിമ സ്ത്രീകളെ തലമറക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. അവർ സ്വതന്ത്ര സ്ത്രീകളിൽ നിന്ന് വേർപെട്ടറിയുന്നതിന് വേണ്ടി. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി ഭൂരിപക്ഷ പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ എതിരഭിപ്രായം രേഖപ്പെടുത്തി. ആധുനികരിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും. അദ്ദേഹം പറയുന്നത്, ഇബ്നു ഹസം അബ്ബാഹിരി പറയുന്നത്, നമസ്കാരത്തിലാകട്ടെ നമസ്കാരത്തിന് പുറത്താകട്ടെ ഒരടിമ സ്ത്രീ സ്വതന്ത്ര സ്ത്രീയെപ്പോലെയാണ്. സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത് എന്താണോ നമസ്കാരത്തിൽ, അതുപോലെ നമസ്കാരത്തിന് പുറത്ത് അതുതന്നെയാണ് അടിമ സ്ത്രീയുടെയും ഔറത്ത്. കാരണം ഒരേ സൃഷ്ടിപ്പാണ്, ഒരേ പ്രകൃതിയുമാണ് അടിമ സ്ത്രീയായാലും സ്വതന്ത്ര സ്ത്രീയായാലും. അതുകൊണ്ട് തന്നെ
അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേറെ വേറെ കാണാൻ യാതൊരു തെളിവും ഇല്ല എന്നാണ് ഇബ്നു ഹസം അബ്ബാഹിരിയുടെ പക്ഷം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്ന് മറ സ്വീകരിക്കുന്ന വിഷയത്തിൽ അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും ഒരുപോലെയാണ് എന്ന പക്ഷക്കാരനാണ്. എന്നാൽ നമസ്കാരത്തിൽ ഇബ്നു ഹസമിൻ്റെ നിലപാടിനോട് വിയോജിപ്പാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക്. നമസ്കാരത്തിലും അടിമ സ്ത്രീയും സ്വതന്ത്ര സ്ത്രീയും ഒരുപോലെയാണ് എന്നാണ് ഇബ്നു ഹസമിൻ്റേത്. പക്ഷേ ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് തുടങ്ങിയവരുടെയൊക്കെ അഭിപ്രായം പുരുഷൻ്റെ ഔറത്ത് പോലെയാണ് അടിമ സ്ത്രീയുടെയും ഔറത്ത് നമസ്കാരത്തിൽ. ഈ അഭിപ്രായമാണ് ഷെയ്ഖുൽ ഇസ്ലാമിന് നമസ്കാരത്തിൽ അടിമ സ്ത്രീയുടെ ഔറത്തിൻ്റെ വിഷയത്തിൽ. ഏതായാലും ഇബ്നു ഹസം അബ്ബാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ വീക്ഷണത്തെ സ്ഥാപിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് അൽ മുഹല്ല എന്ന് പറയുന്ന കിതാബിൽ ഏറെ പ്രതിപാദ്യം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ വിഷയത്തിൽ യോജിക്കുന്നു. നമ്മുടെ ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് വഹുറത്തുൻ കുല്ലുഹ, സ്വതന്ത്ര സ്ത്രീ മുഴുവനും ഔറത്താണ്, അതുകൊണ്ട് അവർ മുഴുവനും മറക്കണം. ഗൈറ വജ്ഹിൻ, മുഖമൊഴിച്ച്, വക്കഫിൻ, മുൻകൈ ഒഴിച്ച്, വഖദമിൻ, കാൽപാദവും ഒഴിച്ച്. ഇവിടെ അലമ യൂസുഫ് ഇബ്നുൽ ഹസൻ സ്വതന്ത്ര സ്ത്രീ നമസ്കാരത്തിൽ നിർബന്ധമായും മറക്കേണ്ട ഔറത്ത് അത് മുഖം ഒഴിച്ച്, മുൻകൈ ഒഴിച്ച്, കാൽപാദമൊഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ മസലയിൽ തെളിവുകൾ വായിക്കാം, അതിനുശേഷം വീക്ഷണ വ്യത്യാസമുള്ള ഭാഗവും മനസ്സിലാക്കാം. പണ്ഡിതന്മാർ സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്തിൻ്റെ വിഷയത്തിൽ ഉദ്ധരിക്കുന്ന തെളിവുകൾ, ഒന്ന് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത ഹായിദിൻ ഇല്ലാ ബിഖിമാർ. ലാ യഖ്ബലുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല, സ്വലാത ഹായിദിൻ, പ്രായപൂർത്തിയെത്തിയ പെണ്ണിൻ്റെ നമസ്കാരം, ഇല്ലാ ബിഖിമാരിൻ, ഖിമാർ കൊണ്ടല്ലാതെ. ഖിമാർ എന്ന് പറഞ്ഞാൽ തലയിൽ മൂടി ശരീരത്തിലേക്ക് തൂക്കിയിടുന്ന ശിരോവസ്ത്രവും മൂടുപടവുമാണ്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തേത് ഉമ്മുൽ ഹസൻ റഹിമഹുല്ല പറയുന്നത്, റഅയ്തു ഉമ്മ സലമത സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുസല്ലി ഫി ദുർഇൻ വ ഖിമാരിൻ. റഅയ്തു ഉമ്മ സലമ, ഞാൻ ഉമ്മു സലമയെ കണ്ടു. ഉമ്മു സലമ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്. തുസല്ലി, അവർ നമസ്കരിക്കുന്നു, ഫി ദുർഇൻ വ ഖിമാർ. ദിർ എന്ന് പറഞ്ഞാൽ നീളം കുപ്പായം, വ ഖിമാർ അത് ശിരോവസ്ത്രം, ഇതിൽ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഹിഷാം ഇബ്നു ഉർവ പറയുന്നു, ഇസ്തഫ്തത് ഇമ്രഅത്തുൻ അബി, ഒരു സ്ത്രീ എൻ്റെ ഉപ്പയോട് ഫത്വ ചോദിച്ചു. ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, ഇന്നൽ മിൻതഖ യശുഖു അലൈ. മിൻതഖ് എനിക്ക് പ്രയാസകരമാണ്. മിൻതഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിതാഖ്, അരപ്പട്ട എന്ന് പറയില്ലേ, അത് കെട്ടിബന്ധിക്കൽ എനിക്ക് പ്രയാസമാണ് എന്നൊരു സ്ത്രീ എൻ്റെ ഉപ്പയോട് ഫത്വ ചോദിച്ചു. ആ വിഷയത്തിൽ ഉസല്ലി ഫി ദിർഇൻ വ ഖിമാർ, നിതാഖ് പ്രയാസമായതിനാൽ ഞാൻ ദിർഉം ഖിമാറും ധരിച്ച് നമസ്കരിക്കട്ടെ. അതാണ് അവരുടെ ഫത്വ ചോദിക്കൽ. അതായത് ഇസാറില്ലാതെ, ഇസാർ എന്ന് പറഞ്ഞാൽ ഉടുമുണ്ട് അത് അരയിൽ കെട്ടണമല്ലോ, അപ്പോൾ അത് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ദിർഉം ഖിമാറും, ദിർ എന്ന് പറഞ്ഞാൽ കുപ്പായം, ഖിമാർ എന്ന് പറഞ്ഞാൽ തട്ടം അല്ലെങ്കിൽ ശിരോവസ്ത്രം, മുഖമക്കന എന്ന് പറയില്ലേ, മൂടുപടം, ഇത് ധരിച്ച് നമസ്കരിക്കട്ടെ ഇസാറില്ലാതെ എന്നാണ് ഉർവ ഇബ്നു സുബൈറിനോട്, ഉർവത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു സ്ത്രീ ഫത്വ ചോദിച്ചത്. അത് ഉർവയുടെ മകൻ ഹിഷാം നിവേദനം ചെയ്യാണ്. ഫഖാല, അപ്പോൾ ഉർവ ഇബ്നു സുബൈർ പറഞ്ഞു, നഅം, ദിർഉം ഖിമാറും ധരിച്ച് നമസ്കരിക്കാം. ഇദാ കാന ദിർഉ സാബിഗൻ, ദിർഉ സാബിഗാണ് എങ്കിൽ, ദിർ എന്ന് പറഞ്ഞാൽ ഈ നീളം കുപ്പായം അത് വിശാലമാണ്, നീളമുള്ളതാണ് എങ്കിൽ. ഉബൈദുല്ലാ അൽ ഖൗലാനി, ഇദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു യതീമായി വളർന്ന കുട്ടിയാണ്. ഉബൈദുല്ലാ അൽ ഖൗലാനി. ഉബൈദുല്ലാ പറയുകയാണ്, പിൽക്കാലത്ത് റഅയ്തു മൈമൂനത തുസല്ലി ഫി ദിർഇൻ സാബിഗിൻ വ ഖിമാരിൻ ലൈസ അലൈഹ ഇസാർ. റഅയ്തു മൈമൂന, ഞാൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയെ കണ്ടു, ഉമ്മുൽ മുഅ്മിനീൻ, തുസല്ലി അവർ നമസ്കരിക്കുന്നു, ഫി ദിർഇൻ സാബിഗിൻ, സാബിഗായ ദിർഇൽ, സാബിഗായ ദിർ എന്നാൽ നല്ല വലിപ്പമുള്ള കുപ്പായം, വ ഖിമാറിൻ അതുപോലെ ഖിമാറും, ലൈസ അലൈഹ ഇസാർ അവർ ഇസാർ ധരിച്ചിരുന്നില്ലതാണ്. ഇസാർ എന്ന് പറഞ്ഞാൽ
ഉടുമുണ്ട്. തുണിയില്ലാതെ ഹിമാറും ദിറും മാത്രം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹ ധരിച്ച് നമസ്കരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നാണ് ആര് പറയുന്നത്? ഉബൈദുള്ള അൽ ഖവലാനി പറയുന്നത്. ഇവിടെ ഞാൻ ഈ അസറുകളെ ഉദ്ധരിച്ചത് ദിറും ഹിമാറും ധരിച്ച് നമസ്കരിക്കുക എന്നത് അക്കാലഘട്ടത്തിൽ സ്ത്രീകളിൽ സുപരിചിതമായിരുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ നമസ്കരിക്കുവാൻ ഈ വസ്ത്രങ്ങൾ ഉണ്ടായാൽ മതി. എന്നാൽ പൂർണ്ണതയെ അറിയിക്കുന്നതാണ് ദിറും ഹിമാറും ഇസാറും. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, തുസല്ലിൽ മർഅത്തു ഫി സലാസത്തി അസ്വാബിൻ, ഒരു പെണ്ണ് 3 വസ്ത്രങ്ങളിൽ നമസ്കരിക്കണം. ദിറുൻ വ ഹിമാറുൻ വ ഇസാറുൻ. അതിൽ ദിർആന കുപ്പായം, ഹിമാർ ശിരോവസ്ത്രം, ഇസാർ ഉടുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഇദാ സല്ലത്തിൽ മർഅത്തു ഫൽതുസല്ലി ഫി സിയാബിഹാ കുല്ലിഹാ അദ്ദിറു വൽ ഖിമാറു വൽ മിൽഹഫ. ഒരു സ്ത്രീ നമസ്കരിക്കുകയായാൽ അവർ തൻ്റെ മുഴുവൻ വസ്ത്രത്തിലും നമസ്കരിക്കട്ടെ. മുഴുവൻ വസ്ത്രം എന്ന് പറഞ്ഞാൽ ദിറും ഹിമാറും മിൽഹഫയും. ദിറു എന്ന് പറഞ്ഞാൽ കുപ്പായം, ഹിമാർ ശിരോവസ്ത്രം, മിൽഹഫ ഈ ശരീരം പൊതിയുന്ന വസ്ത്രം. ഇത് മുഴുവൻ ധരിച്ച് നമസ്കരിക്കട്ടെ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. ഇവിടെ ദിറും ഹിമാറും ഇസാറും അല്ലെങ്കിൽ ദിറും ഹിമാറും മിൽഹഫയും ഇതിൽ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണതയെയും ശ്രേഷ്ഠതയെയും അറിയിക്കാനാണ്, അല്ലാതെ നിർബന്ധത്തെ അറിയിക്കാനല്ല. ഒരു സ്ത്രീ അവർ ഹിമാറും ദിറും നീളം കുപ്പായം അത് സാബിഖാണിയെങ്കിൽ അതേപോലെ ഹിമാറും ധരിച്ച് നമസ്കരിച്ചാൽ തന്നെ അവരുടെ ഔറത്ത് മറക്കാൻ അത് പര്യാപ്തമാണ്, മതിയായതാണ്. പക്ഷെ പൂർണ്ണത അതിൽ ഇസാറ് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇവിടെ ഗ്രന്ഥകാരൻ ഗൈറ വജ്ഹിൻ വകഫിൻ വഖദമിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഖവും മുൻകൈയും കാൽപാദവും നമസ്കാരത്തിൽ മറച്ചില്ലെങ്കിലും നമസ്കാരം സഹീഹാകും, സാധുവാകും എന്നുള്ളതാണ്. കാൽപാദം നമസ്കാരത്തിൽ മറക്കൽ നിർബന്ധമാണോ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ഷർത്താണോ? ഇതും പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള, അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. കാൽപാദം നമസ്കാരത്തിൽ മറക്കൽ നിർബന്ധമാണെന്നുള്ളതും കാൽപാദം വെളിപ്പെടുത്തി നമസ്കരിച്ചാൽ നമസ്കാരം ബാത്തിലാകുമെന്നുള്ളതും ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. മാലിക്കി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും നിലപാടും മദ്ഹബുകളും ഇതാണ്. അതായത് സ്ത്രീ നമസ്കാരത്തിൽ കാൽപാദങ്ങൾ മറച്ചിരിക്കണം, കാൽപാദം വെളിപ്പെട്ടാൽ നമസ്കാരം ബാത്തിലാകുമെന്നുള്ളത്. ഇതിൽ ഹനഫി മദ്ഹബും ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാനും കാൽപാദം മറക്കൽ നിർബന്ധമല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ, അൽ മുസനിയെ പോലുള്ള പണ്ഡിതന്മാരും കാൽപാദം മറക്കൽ നിർബന്ധം അല്ല എന്ന അഭിപ്രായക്കാരനാണ്. വഖൽ മുസനിയു ലൈസൽ ഖദമാനി ഔറ. അൽ മുസനി പറഞ്ഞു ഇരു കാൽപാദങ്ങളും ഔറത്തല്ല എന്ന്. ഷിർബീനി മുഗ്നിയിൽ അതെടുത്ത് നൽകുന്നുണ്ട്. പക്ഷേ മദ്ഹബിൽ പ്രസിദ്ധവും അവലംബയോഗ്യവുമായ വീക്ഷണം വഹുമ ഔറ, കാൽപാദങ്ങൾ ഔറത്താണ് എന്നുള്ളതാണ്. ഹനഫി മദ്ഹബിലെ അഭിപ്രായമാണ് ഭൂരിപക്ഷത്തോട് എതിരായി കാൽപാദങ്ങൾ നമസ്കാരത്തിൽ ഔറത്തല്ല എന്നുള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ കാൽപാദങ്ങൾ മറക്കണമെന്നതിന് തെളിവ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ തിരുദൂതരോട് ചോദിച്ച, എന്നിട്ട് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ച ഒരു ഹദീസാണ്. അതിൽ ഉമ്മു സലമ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അതുസല്ലിൽ മർഅതു ഫീ ദിർഇൻ വ ഖിമാരിൻ ലൈസ അലൈഹ ഇസാർ. ഒരു സ്ത്രീ ദിർഉം, ദിർഅ കുപ്പായം, വ ഖിമാർ ശിരോവസ്ത്രം, ലൈസ അലൈഹ ഇസാർ തുണിയില്ലാതെ അത് ദിർഉം ഖിമാറും ധരിച്ച് സ്ത്രീക്ക് നമസ്കരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന സാബിഗൻ യുഗത്തി ദുഹൂറ ഖദമൈഹ. ദിർഅ കുപ്പായം അത് വിശാലവും നീളമുള്ളതും കാൽപാദങ്ങളുടെ പുറം ഭാഗത്തെ മറക്കുകയും ചെയ്യുന്ന രീതിയിലാണ് എങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കാൽപാദങ്ങളുടെ പുറം ഭാഗം മറയും വിധം ദിർഅ കുപ്പായം നീളമുള്ളതും വിശാലവുമാണ് എങ്കിൽ അത് ഇസാറില്ലാതെ നമസ്കരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ കാൽപാദങ്ങൾ മറക്കണം എന്നതിന് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ തെളിവ് ഇതാണ്. പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ലിമൻ ജറ സൗബഹു ഖുയലാ. അഹങ്കരിച്ച് വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് അള്ളാഹുവിൽ നിന്നുള്ള തിരുനോട്ടം ഉണ്ടാവുകയില്ല. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഫകൈഫ തസ്നഉൻ നിസാഉ ബിദുയൂലിഹിൻ. സ്ത്രീകൾ അവരുടെ വസ്ത്രം
തൂങ്ങിക്കിടക്കുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും? വസ്ത്രത്തിൻ്റെ അറ്റഭാഗങ്ങൾ, അഗ്രഭാഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യുർഖീന ഷിബ്രൻ, ഒരു ചാൺ അവർ തൂക്കിയിടട്ടെ. അപ്പോൾ ഉമ്മു സലമ പറഞ്ഞു, ഇദൻ തതകശഫ് അഖ്ദാമുഹുൻ, അവരുടെ കാൽപാദങ്ങൾ വെളിപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചു, ഫയുർഖീന ദിറാഅൻ ലാ യസിദ്ന അലൈഹി, ഒരു മുഴം അവർ കാൽപാദം വെളിപ്പെടാതിരിക്കാൻ തൂക്കിയിടട്ടെ, അതിൽ ഏറെ തൂക്കിയിടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാൽപാദം സ്ത്രീ മറച്ചിരിക്കണം എന്നതിന് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും മറ്റൊരു തെളിവാണ് ഈ ഹദീസ്. അബൂ ഹനീഫത്തുൻ നുഅ്മാൻ കാൽപാദം ഔറത്തല്ല എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ നമസ്കരിച്ചാലും നമസ്കാരം സാധുവാകുമെന്നതിന് അദ്ദേഹം കാൽപാദങ്ങളെ മുൻകൈകളോട് ഖിയാസാക്കുകയാണ് ചെയ്തത്. മുൻകൈകൾ നമസ്കാരത്തിൽ ഔറത്തല്ലല്ലോ, അതേപോലെയാണ് കാൽപാദങ്ങളും എന്ന ഖിയാസാണ് അദ്ദേഹത്തിൻ്റെ തെളിവ്. ചില പണ്ഡിതന്മാർ മുഖഫഫത്തായ ഔറത്തിൽപ്പെട്ടതാണ് കാൽപാദങ്ങൾ. മുഖഫഫത്തായ ഔറത്തും മുഗല്ലദത്തായ ഔറത്തും ഉണ്ട്. കടുത്ത ഔറത്ത്, മുഖഫഫത്ത് എന്ന് പറഞ്ഞാൽ കടുത്തതല്ലാത്ത ഔറത്ത് എന്ന് പറഞ്ഞാൽ ഈ കടുത്ത ഔറത്ത് മറച്ചില്ല എങ്കിൽ അതിൽ നിന്ന് അല്പം വെളിപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ കടുത്തതല്ലാത്ത ഔറത്ത് അതിൽ നിന്ന് അല്പം വെളിപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അതാണ് അതിൻ്റെ മാനദണ്ഡം. മാലിക്കി മദ്ഹബിലെ ഫുഖഹാക്കളൊക്കെ കാൽപാദത്തെ മുഖഫഫത്തായ കടുപ്പം കുറഞ്ഞ ഔറത്തും എന്നാൽ മുഖവും മുൻകൈയും വഹിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുഗല്ലദത്തായ ഔറത്ത് കടുത്ത ഔറത്തുമായിട്ടാണ് വിഭജിച്ചത്. അതുകൊണ്ട് മുഖഫഫത്തായ ഔറത്തിൽപ്പെട്ടതാണ് കാൽപാദങ്ങൾ. അത് അല്പം വെളിപ്പെടുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കാൽപാദം നമസ്കരിക്കുമ്പോൾ വെളിപ്പെടുകയാണ് എങ്കിൽ അതിനാൽ നമസ്കാരം ബാത്തിലാകുകയില്ല. മുഖഫഫത്തായ ഔറത്ത് അത് നിസ്കാരത്തിൽ മറക്കണം, പക്ഷേ അത് വെളിപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാവുകയില്ല മുഗല്ലദത്തായ ഔറത്തിനെ പോലെ എന്ന നിലക്ക് ഈ ഒരു വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നമസ്കരിക്കുമ്പോൾ കാൽപാദം മറച്ചിരിക്കണം എന്നത് ഹദീസുകൾ അറിയിക്കുന്നുണ്ട്. ഔറത്ത് മറക്കുമ്പോൾ നമസ്കാരത്തിൽ കാൽപാദത്തിൻ്റെ വിഷയത്തിൽ ലാഘവത്വം പാടില്ല എന്നുള്ളത് സഗൗരവം മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്നാൽ നമ്മുടെ ഗ്രന്ഥകാരനെ പോലുള്ള അലമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളതായ ഫുഖഹാക്കളിൽ ചിലർ നമസ്കാരത്തിലെ ഔറത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്തിൽ മുഖവും മുൻകൈയും കാൽപാദങ്ങളും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഔറത്താണ്, അത് മറച്ചിരിക്കണം എന്നുള്ള നിലപാടുകാരാണ്. ആ ഒരു വിഷയമാണ് ഇവിടെ മനസ്സിലാക്കിയത്, വിശദീകരിച്ചത്. നമുക്കിനി ഗ്രന്ഥകാരൻ അഞ്ചാമത്തെ നമസ്കാരത്തിൻ്റെ ഷർത്ത്, അത് ഇസ്തിഖ്ബാലുൽ ഖിബ്ലയാണ്. അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കാം. ഗ്രന്ഥകാരൻ നാലാമത്തെ ഷർത്ത് പറഞ്ഞത് ഒന്നുകൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു, അറാബിഉ സത്റുൽ ഔറതി ബിമാ ലാ യസിഫുൽ ബശറത മാ ബൈന സുറതി റജുലിൻ വ റുക്ബതിഹി വ അമതുൻ മാ യദ്ഹറു ഗാലിബൻ വ ഹുറത്തുൻ കുല്ലുഹാ ഗൈറ വജ്ഹിൻ വ കഫിൻ വ ഖദമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ ദീനിൽ ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.